ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം നോക്കാം. നമുക്കൊരു ഫംഗ്ഷൻ, ഒരു 3 വേരിയബിൾ ഫംഗ്ഷൻ 3x² - 2y + z എന്നുള്ള ഫംഗ്ഷൻ എഫിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് ഓവർ പാത്ത് സി. പക്ഷെ ഇവിടെ പാത്ത് സി എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് എന്താണ്, 2 ലൈൻ സെഗ്മെന്റ്സിന്റെ യൂണിയൻ ആണ്. ആദ്യം ഒറിജിൻ തുടങ്ങി 2 to 0 എന്നുള്ള ലൈൻ സെഗ്മെന്റിലേക്ക്, ഒറിജിൻ തുടങ്ങി 2 to 0 വരെ ഉള്ള ലൈൻ സെഗ്മെന്റ്, പിന്നെ 2 to 0-ൽ നിന്ന് 2 to 2-ലേക്കുള്ള ലൈൻ സെഗ്മെന്റ്. ഈ ഒരു യൂണിയൻ, ഈ ഒരു എൽ ഷേപ്പിൽ വരുന്ന പാത്താണ് നമ്മുടെ കർവ് സി. അപ്പോൾ ക്ലിയർലി ഈ പാത്ത് ഒരു സ്മൂത്ത് കർവ് അല്ല. അപ്പോൾ നമുക്ക് പീസ് ബൈ സ്മൂത്ത് കർവിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് വി ക്യാൻ യൂസ് ദി അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി ഓഫ് ലൈൻ ഇൻ്റഗ്രൽസ്. അതെന്താ പറയണേ? ഇൻ്റഗ്രൽ ഇഫ് യുവർ കർവ് സി ഈസ് എ പീസ് ബൈ സ്മൂത്ത് കർവ്, ടു ഇൻ്റഗ്രേറ്റ് ഓവർ ദ കർവ് സി എന്ത് ചെയ്താൽ മതി? വി ഇൻ്റഗ്രേറ്റ് ഓവർ ദ പാർട്ട് സ്മൂത്ത് പോർഷൻസ് ഓഫ് ദ കർവ്. ഓരോരോ സ്മൂത്ത് കർവ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ സ്മൂത്ത് കർവ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സം ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഇൻ്റഗ്രൽ ഓവർ ദ ഹോൾ പാത്ത് സി. ദാറ്റ് ഈസ് ദി അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി ഇവിടെ നമ്മൾ പറഞ്ഞത്. സോ യൂസിങ് ദാറ്റ് പ്രോപ്പർട്ടി നമുക്ക് പറയാം ഈ കർവ് സി എന്ന് പറയുന്നത് 2 ലൈൻ സെഗ്മെന്റ്സിന്റെ യൂണിയൻ ആണ്. അപ്പോൾ കർവ് സീനെ നമുക്ക് C1 യൂണിയൻ C2 എന്ന് എഴുതാം. വേർ C1 is a line segment, so clearly it is smooth. C2 എന്ന് പറയുന്ന another line segment that is also smooth. അപ്പോൾ നമുക്ക് C1 യൂണിയൻ C2 എന്ന് എഴുതിയിട്ട് C1 എന്ന് പറയുന്നതും ഒരു ലൈൻ സെഗ്മെന്റ്, എവിടെ നിന്ന് തുടങ്ങി? ഒറിജിൻ തുടങ്ങി 2 to 0 വരെ. ദെൻ C2 എന്ന് പറയുന്നത് 2 to 0, ഈ ഡയറക്ഷൻ മാറിപ്പോവരുത്, ഒറിജിൻ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ 2 to 0-ൽ എത്തിയിട്ട് പിന്നെ 2 to 0-ൽ നിന്ന് 2 to 2-ലേക്ക് തന്നെ പോകണം. അല്ലാതെ 2 to 2-ൽ നിന്ന് 2 to 0-ലേക്ക് പോകണമെങ്കിൽ ലൈൻ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഒരു നെഗറ്റീവിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ നമ്മളുടെ ആൻസർ സം ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. സോ ഒറിജിൻ തുടങ്ങി 2 to 0-ലേക്ക് C1 എടുത്തു, 2 to 0 തുടങ്ങി 2 to 2 വരെ C2 എടുത്തു. ദെൻ യുവർ ഇൻ്റഗ്രൽ ഓവർ സി എഫ് എന്ന് പറയുന്നത്, എഫ് ഡി എസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ C1 + ഇൻ്റഗ്രൽ ഓവർ C2 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ആദ്യം C1-ൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകണു, അത് കഴിഞ്ഞ് C2-ൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സം ചെയ്യും. C1 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? C1 is a line segment joining origin to 2 to 0. സോ നമുക്ക് ലൈൻ സെഗ്മെന്റിന്റെ പാരാമീറ്ററൈസേഷൻ അറിയാം. x is equal to x1 + t into x2 - x1, y is equal to y1 + t into y2 - y1, z is equal to z1 + t into z2 - z1, where t varies from 0 to 1. So you get the parameterization for curve C1. So you can write the parametric vector function. എങ്ങനെ എഴുതാം? C1 is equal to parametric vector function ആയിട്ട് r of t is equal to എന്ന് എഴുതാം. 2ti plus 2tj y coordinate, z coordinate 0 ആയതുകൊണ്ട് എഴുതണം എന്നില്ല, വേണമെങ്കിൽ എഴുതാം, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. Where t varies from, the parameter t varies from a to b. What is a? A is 0 here, 0 to 1. T varies from 0 to 1. Then we write dr/dt, derivative of this, that is 2i, 2t derivative 2 again 2, 0 derivative 0 ആണ്. Then you can write the modulus, mod dr/dt. It is the square root of x coordinate square plus y coordinate square plus z coordinate square. So you get √8. √8-നെ വേണമെങ്കിൽ നമുക്ക് 8-നെ 2 × 4 എന്ന് എഴുതിയാൽ 4 റൂട്ട് എടുക്കുമ്പോൾ 2√2 എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ √8 തന്നെ എഴുതിയാലും മതി. ഓക്കെ, dr/dt-യുടെ മോഡുലസ് കിട്ടി. ഇനി എന്താ വേണ്ടത്? എഫിനെ ഇൻ ടേംസ് ഓഫ് ടി എഴുതണം. സോ എലോങ് ദ കർവ് സി, what is along the curve C? Here we are considering C1 only, curve C1. We have x is 2t, y is 2t, and z is 0, so that our f is it is 3x² minus 3x² minus 2y plus z. So you can write it as 3 into x square. X square is 4t square
2 into y is 2t plus z is 0. So you get 12t square minus 4t. അപ്പോൾ അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും? Now what is integral? Integral over c1 f ds is nothing but integral a to b f in terms of t mod dr by dt dt. Here it is integral 0 to 1 f in terms of t. What is it? 12t square minus 4t. 12t square minus 4t. What is mod dr by dt? It is 2 root 2 dt. You can write 2 root 2 outside. Then 2 root 2 outside. Then you can write 12t square. Integral is 12 into t square integral t cube by 3 within the limit 0 to 1 minus 4 is taken outside. Integral of t is t square by 2 within the limit 0 to 1. So you get 12 by 3 it is 4. 4 by 2 it is 2. So you can write it as this is equal to 2 root 2 into 4 into t cube within the limits 0 to 1. So 1 minus 0, 1 minus 2 into t square within the limits 0 to 1. Okay. So you get 2 root 2 into 4 minus 2. That is 2 root 2 into 2 which is 4 root 2. 4 root 2. Problem ചെയ്തു തീർന്നില്ല. C1-ലുള്ള ഇൻ്റഗ്രേഷനായി ഇതുപോലെ തന്നെ നമ്മൾ C2 ചെയ്യണം. അപ്പോൾ what is C2? C2 is the line segment from 220 to 222 അല്ലേ? So what is C2? ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. C2 is the line segment from 220 to 222. So it has parameterization x is equal to x1 plus t into x2 minus x1. You will get 2. Y is equal to y1 plus t into y2 minus y1. Again you will get 2. Z is equal to z1 plus t into z2 minus z1. You will get 2t where t varies from 0 to 1. So this has parametric vector function r of t is equal to 2i plus 2j plus z is 2t here, 2tk, where t varies from 0 to 1. Now you can write derivative dr by dt. Derivative 2 is 0. Derivative 2 again 0 plus derivative 2t is 2. Then modulus is square root of 0 square plus 0 square plus 2 square. So you get root of 4 which is 2. Now we can integrate. Before that, along the curve C2, x is 2, y is 2 and z is 2t. So your f is 3x square minus 2y plus z, I think. That is equal to 3 into x square is x is 2. So x square is 4 minus 2 into y is again 2 plus z is 2t. So you get 12 minus 4 plus 2t. That is 8 plus 2t. Now we can integrate. Your integral is
integral C2 over C2 FDS is nothing but integral 0 to 1 f in terms of t, it is 8 plus 2t mod dr by dt. You can write the formula first, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ആദ്യം വേണമെങ്കിൽ ഫോർമുല എഴുതിയിട്ട് എഴുതാം. integral a to b modulus of f in terms of t modulus of dr by dt. This is integral 0 to 1 8 plus 2t. This is f. Mod dr by dt is 2 dt. So you can write 2 outside. Then 8 integral of 1 is t within the limit 0 to 1 plus 2 is taken outside. Integral of t is t square by 2 within the limit 0 to 1. So you will get 2 into 8 into 1 minus 0 plus 2 at t square 1 minus 0 again. So I get 2 into 8 into 1 plus 1. That is 2 into 9. 2 into 9 which is 18. So we have രണ്ട് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തു. ഇൻ്റഗ്രൽ ഓവർ C1 നമുക്കത് 4 root 2 എന്നാണ് കിട്ടിയത്. Now we have found integral over C2 FDS, that is 18. Then by additivity property we can write, therefore integral over C FDS is nothing but integral over C1 plus integral over C2 അതിൽ by 1 and 2 implies this is 4 root 2 plus 18. This is the answer. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്ത ആദ്യത്തെ പ്രോബ്ലം നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോക്കിയാൽ അറിയാം. അത് ഇതേപോലെ ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം ഇതേ ഫങ്ഷൻ ആയിരുന്നു. ഇതേ ഫങ്ഷൻ എഫ് ഒറിജിനിൽ നിന്ന് 2 to 2ലേക്കുള്ള ലൈൻ സെഗ്മെൻറ്റിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തത്. ഇതേ സെയിം ഫങ്ഷൻ ഒറിജിനിൽ നിന്ന് 2 to 2ലേക്കുള്ള ലൈൻ സെഗ്മെൻറ്റിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം. അതിന് നമുക്ക് ആൻസർ കിട്ടിയത് 6 root 3 എന്നായിരുന്നു. 6 root 3. ഓക്കെ, ഇപ്പോൾ അതേ ഫങ്ഷൻ തന്നെ ഒറിജിനിൽ നിന്ന് 2 to 2ലേക്കുള്ള വേറൊരു പാത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പം വേറൊരു പാത്ത് നേരെ ഒറിജിനിൽ നിന്ന് 2 to 2ലേക്ക് ലീനിയർ പാത്തിൽ വരണേ പകരം 2 to 0യിലേക്ക് ആദ്യം പോയി, എന്നിട്ട് 2 to 0 2 to 2ലേക്ക് പോയി. അപ്പോൾ വേറൊരു പാത്താണ്, പക്ഷേ എൻ പോയിന്റ് സെയിം ആണ്. 0 0 0യിൽ നിന്ന് 2 to 2ലേക്ക് തന്നെയുള്ള വേറൊരു പാത്തിൽ കൂടെ സെയിം ഫങ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പം നമുക്ക് കിട്ടിയത് അവിടെ 6 root 3 ആയിരുന്നെങ്കിൽ ഇവിടെ 18 plus 4 root 2 ആണ്. അതായത് ഇൻ്റഗ്രൽ ഓഫ്, അപ്പോൾ ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്, ദാറ്റ് ഇസ് ഇത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താണ് കാര്യം? ഇത്രയേ ഉള്ളൂ. ഇൻ്റഗ്രൽ ഓഫ് ദ സെയിം ഫങ്ഷൻ, ഒരേ ഫങ്ഷൻ തന്നെയാണ് നമ്മൾ രണ്ട് പ്രോബ്ലത്തിലായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തത്, എഫ് എന്നുള്ള ഫങ്ഷൻ ഓവർ 2 different പാർട്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ജോയിനിങ് സെയിം പോയിന്റ്സ് ആയിരിക്കും. ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വേറൊരു പോയിന്റിൽ എത്തുന്ന പാത്ത് തന്നെയാണ് രണ്ടും ജോയിനിങ് 2 points may not be equal. ഇൻ ജനറൽ ഈ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഒരു പാത്തിൽ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ വേറൊരു പാത്തിൽ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന വാല്യൂ എന്താവണമെന്നില്ല, ഈക്വൽ ആവണമെന്നില്ല. ഓക്കെ, ഇപ്പം ഞാൻ ഒരു പാത്തിൽ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തു, പിന്നെ വേറൊരു പാത്തിൽ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഞാൻ സ്മൂത്തായിട്ട് വരച്ചതാണ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള പാത്തുകളാണ് രണ്ടും, C1 ഉം C2. പക്ഷേ ഇൻ്റഗ്രൽ ഓഫ് ദ സെയിം ഫങ്ഷൻ എഫ് ഓവർ C1 ഓവർ C2
നീഡ് നോട്ട് ബി ദ സെയിം. ഇത് ഈക്വൽ ആവണമെന്നില്ല ഇൻ ജനറൽ. ഓക്കെ, ഇൻ ജനറൽ ഈക്വൽ ആവണമെന്നില്ല. ചില ഫങ്ഷൻസിന് അത് ഈക്വൽ ആവും. അങ്ങനെയുള്ള ഫങ്ഷൻസിനെ നമ്മൾ ഒരു പേരും വിളിക്കുന്നുണ്ട്. ഓക്കെ, അത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻ്റഗ്രൽസ് ഉണ്ട്. അത് ചില സ്പെഷ്യൽ കേസാണ്. ഇനി ജനറലി ഈ രണ്ട് ലൈൻ ഇൻ്റഗ്രൽസ് ഈക്വൽ ആവണം എന്ന് ഇല്ല. ഓക്കെ, താങ്ക് യു.